ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശോയുടെ വചനം ശ്രവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. അവിടുത്തെ വചനം അവിടുന്ന് നയിക്കുമ്പോൾ ഏതു ദേശത്തോടുകൂടിയാണോ വചനം വരുന്നത് അത് പൂർത്തീകരിക്കാതെ കടന്നു പോകില്ല. അവിടുത്തെ വാഗ്ദാനമാണത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വചനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആ വചനങ്ങൾ മുളച്ചു പൊന്തുവാനും ഫലം ഉളവാകുവാനും ദൈവത്തിന്റെ കൃപ നമുക്ക് യാചിക്കാം. വചനത്തിൽ ജീവിക്കുകയും വചനം പ്രഘോഷിക്കുന്നവരും വചനത്തെ മാംസം ധരിക്കുന്നവരുമായി മാറുവാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഈശോയെ കുറിച്ചുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനം. അവിടുന്ന് സമാധാനത്തിന്റെ രാജാവായി, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന രാജാവായി ഉള്ളിലേക്ക് ജനിച്ചു വീഴുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതിച്ചൊല്ലാം. ആഗമന കാലത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച. അടുത്ത ബുധനാഴ്ച നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ഈ ഒരുക്കത്തിന്റെ ഈ നാളുകൾ എത്രമാത്രം ഫലദായകമായി നമുക്ക് മാറ്റുവാൻ സാധിച്ചു, അത്രമാത്രം ആത്മീയ ആനന്ദവും ആത്മീയ സന്തോഷവും ഈ ക്രിസ്തുമസ് നമുക്ക് നൽകും എന്ന് നമുക്കറിയാം. എത്രമാത്രം തീഷ്ണതയോടെ നാം ഒരുങ്ങുന്നുവോ അത്രമാത്രം സമാധാനവും ശാന്തിയുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കുക. എന്താണ് ഈ കാലഘട്ടം? ഒരു കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി ഉള്ള ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടം. ഒരു കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണല്ലോ നമ്മൾ ആഗമനകാലം അല്ലെങ്കിൽ മംഗളവാർത്താ കാലം എന്ന് പറയുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ജനിക്കുന്നല്ലേ. ഞാൻ ജനിച്ചു, ലോകം അറിഞ്ഞുപോലുമില്ല. നിങ്ങളൊക്കെ ജനിച്ചു, ആരെങ്കിലും കാത്തിരുന്നു? ഇല്ല. നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, എല്ലാത്തിനുപരിയായ സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരുന്നു. കാരണം ഓരോ ദൈവമക്കളും ജനിച്ചു വീഴുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അനേകം മാലാഖമാരും ഈശോയും പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും വിശുദ്ധന്മാരും എല്ലാവരും സന്തോഷിച്ചിരുന്നു. പക്ഷേ ലോകം നമ്മളെ അറിഞ്ഞില്ല. പക്ഷേ ഒരു കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി ലോകം മുഴുവൻ കാത്തിരുന്നു. അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ ദൈവവിളിക്കുള്ളിലെ വിളി കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ ആഗമനകാലം എന്ന് പറയുക. ആർക്കു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? ആരാണ് ഈ ശിശു? എന്തിനു വേണ്ടിയാണ് ഇത്ര തീഷ്ണതയോടുകൂടെ നമ്മൾ ഈ കാത്തിരിക്കുന്നത്?
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ തിരുവചനം നമ്മൾ വായിച്ചു. അവൻ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 കൂട്ടിച്ചേർക്കണം ഇതിനോടുകൂടെ. കാരണം യഹോവയായ ദൈവം ആദ്യ മാതാപിതാക്കളിന് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്. എങ്കിലും ഹൗവ പിശാചിന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ആ പഴം ഭക്ഷിക്കുകയും ദൈവിക സന്നിധിയിൽ നിന്ന് അകന്നു പോകുകയും ദൈവം സായാഹ്നത്തിൽ അവരോടൊത്ത് നടക്കുവാൻ പതിവ് പോലെ വരുമ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞ് മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്ന് അത്തിയുടെ ഇലകൾ കൊണ്ട് തങ്ങളുടെ നഗ്നത മറച്ചിരിക്കുന്ന ഹവ്വയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാ? അവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരുന്നു. ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ ഭക്ഷിച്ചുവോ? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. ഉടനെ യഹോവയായ ദൈവം പറയുകയാണ്, സർപ്പത്തെ വിളിച്ചു പറയുന്നു, നീ മൃഗങ്ങളിൽ ഏറ്റവും ശപിക്കപ്പെട്ടതാണ്. നീ ഇഴഞ്ഞു നടക്കും ഉദരം കൊണ്ട്, നീ പൊടി തന്നെ ജീവിക്കും. ഈ സ്ത്രീയുടെ മക്കളും നീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അങ്ങനെ സർപ്പത്തെ ദൈവം ശപിക്കുക. എന്നിട്ട് പറയൂ, ഞാൻ ഇതാ നിന്റെ തലയെ തകർക്കാൻ ഒരുവനെ അയക്കാം. നിന്റെ പുത്രൻ അവന്റെ തല തകർക്കും. പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ യഹോവയായ ദൈവം ആദ്യമേ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമെന്നുള്ള ഒരു ചെറിയ പ്രവചനം, അതിന്റെ പൂർത്തീകരണം. അതുകൊണ്ടാണ് കൂട്ടിവായിക്കേണ്ടത്, പുത്രൻ ജനിച്ചിരിക്കുന്നു. എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തുവോ അപ്പോൾ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങളെല്ലാം കണക്കേറ്റെടുക്കുവാൻ അവൻ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി, പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ മക്കളായി നിന്നെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇതാ നമുക്കൊരു പുത്രന് ജനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. ഉൽപ്പത്തി 49:10 വചനം ഇതിനോടൊന്ന് കൂട്ടിച്ചേർക്കണം. ചെങ്കോൽ യൂദയായ വിട്ടുപോയിട്ടില്ല, അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്നും നീങ്ങിപ്പോയിട്ടില്ല. ആധിപത്യം അവന്റെ കയ്യിലാണ്, അധികാരത്തിന്റെ ചെങ്കോൽ അവന്റെ കയ്യിലാണ്. ഒരിക്കലും അത് ആരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവൻ വരുമ്പോൾ അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് അവൻ എല്ലാവരെയും ഭരിക്കും. പിന്നീട് പറയുന്നു, വിസ്മയനീയമായ ഉപദേഷ്ടാവായിരിക്കും അവൻ. മാർഗദർശിയാണ്. നടക്കേണ്ട ദിശകളെ കുറിച്ച് അവന് ബോധ്യമുണ്ട്, പോകേണ്ട വഴികളെ കുറിച്ച് അവന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരുത്തമനായ മാർഗദർശിയായിരിക്കും. ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജൻ എന്നവൻ വിളിക്കപ്പെടും. ഇങ്ങനെ പ്രവചനങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ശിശുവിന് വേണ്ടി, ഒരു ശിശുവിന്റെ വരവിന് വേണ്ടി ഇസ്രായേൽ ജനം 1500 വർഷം കാത്തിരുന്നു. യെശയ്യാ പ്രവാചകന്റെയും മിക്കാ പ്രവാചകന്റെയും മറ്റ് പ്രവാചകങ്ങളുടെയും പുസ്തകങ്ങളുടെയൊക്കെ വെളിപ്പെടുത്തലും അത് പൂർത്തീകരിക്കുന്ന സമയവും നോക്കി 1500 വർഷം ഇസ്രായേൽ ജനത കാത്തിരുന്നു. 1500 വർഷത്തിന് ശേഷം കാത്തിരുന്ന ശിശു ജനിച്ചപ്പോൾ ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇത്രനാൾ കാത്തിരുന്ന ഈ മനുഷ്യൻ, ഈ പുത്രന് വേണ്ടി കാത്തിരുന്ന് അവൻ ജനിച്ചു വീണപ്പോൾ എങ്ങനെയാണ് ആ ജനം പ്രതികരിച്ചത്? അതാണ് നമ്മളിൽ നിന്ന് വെറുതെ ചിന്തിക്കുവാൻ പോകുന്നത്. യേശുവിന്റെ ജനനം കേട്ട മാത്രയിൽ ഹെരോദോസ് രാജാവ് പ്രതികരിച്ചു. എങ്ങനെ പ്രതികരിച്ചു? അവന് പേടിയായി, അവൻ ഈശോയോട് ശത്രുതയായി. അവൻ പ്രതികരിച്ചത്, ഈ ശിശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം.
1500 വർഷം കാത്തിരുന്നവൻ ജനിച്ചു വീണപ്പോൾ ഹെരോദോസ് രാജാവ് പ്രതികരിച്ചത്, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. കാരണം എന്തേ? അവൻ ദുഷ്ടനായ മനുഷ്യനായിരുന്നു, അവൻ കരുണയില്ലാത്ത മനുഷ്യനായിരുന്നു, വക്രത നിറഞ്ഞ മനുഷ്യൻ. റോമാ സാമ്രാജ്യത്തോടുള്ള തന്റെ ബന്ധത്തിൽ നിന്ന് നേടിയെടുത്ത അധികാരം അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ട് അവൻ പറഞ്ഞു, അവനെ കൊല്ലണം. അവൻ വലിയ ഒരു തിന്മയുടെ മനുഷ്യനായിരുന്നു, നമുക്കറിയാം, സൂത്രശാലിയായിരുന്നു. കർത്താവിന്റെ വചനം തന്നെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആ കുറുക്കനോട് പോയി പറയുക, ഇന്ന് ഞാൻ ഉണ്ടാവും. അപ്പൊ കർത്താവിന് കൃത്യമായിട്ടറിയാം അവന്റെ സ്വഭാവം. കർത്താവിന്റെ വചനത്തിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നു, അവൻ സൂത്രശാലിയായ മനുഷ്യനാണ്. കാരണം അവൻ അധികാരത്തിന് വേണ്ടി എന്നും ചെയ്യുന്ന മനുഷ്യനാണ്. രണ്ടാമതായി മെസ്സിയാനിക് പ്രവചനത്തെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ട്. മിക്കാപ്രവാചകൻ 5:2-5 വചനങ്ങൾ പറയും, എഫ്രാത്ത ബേത്ലഹേം, നീ എല്ലാത്തിലും ചെറുതാണ്, പക്ഷേ നിന്നെ ഭരിക്കുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന പ്രവചനമുണ്ട്. ആ പ്രവചനത്തെ അവന് ശക്തമായിട്ട് അറിയാം. ആ പ്രവചനത്തിൽ അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് പൂജരാജാക്കന്മാർ അവന്റെ കൊട്ടാരത്തിൽ ചെന്ന് തങ്ങൾക്ക് ജനിച്ചിരിക്കുന്ന ശിശു എവിടെ, രാജാവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുക, സൂത്രശാലിയായിട്ട് അവൻ ചോദിക്കുകയാണ്, എവിടെ പിറന്നു. നിയമജ്ഞരെയും പ്രവാചകരെയും പുരോഹിതരെയൊക്കെ വിളിച്ചുകൂട്ടി വിസ്തരിതം മുഴുവൻ അവർ വായിച്ചു തീർത്തു. അവർ പറഞ്ഞു, ബേത്ലഹേമിലാണ്. പിന്നീട് അവൻ എന്താ ചെയ്തത്? മെസ്സിയാനിക് അവന്റെ ആ ജനനത്തെ കുറിച്ചുള്ള പ്രവചനത്തെ അവൻ പേടിച്ചു. അതുകൊണ്ട് ആ പ്രവചനത്തെ മാറ്റി നിർത്തുവാൻ അവൻ ആ കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചു. കൂടാതെ അവൻ പേടിച്ചു, റോമാക്കാർ തങ്ങളെ ആക്രമിക്കും, അവൻ പ്രവാചകനായി അവൻ രാജാവായിട്ട് വരും, റോമാ സാമ്രാജ്യത്തെ കീഴടക്കും, അങ്ങനെ തന്റെ അധികാരത്തെ മുഴുവൻ കളയും അവൻ. അങ്ങനെ ഭയം, അനിശ്ചിതത്വം, സുരക്ഷിതയില്ലായ്മ എല്ലാം അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവന് മനസ്സിലായി, ഈശോ ജീവിച്ചിരുന്നാൽ തന്റെ ജീവിതത്തിന് നാശമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അവൻ ആ ശിശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. സ്നേഹമുള്ളവരെ, ഹെരോദോസിനെ പോലെ, ഹെരോദോസ് നമ്മൾ പറയും, പക്ഷേ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ഈശോ എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നാം കൊല്ലുന്നുണ്ട്. പേടിയുണ്ട് നമുക്ക്, അവൻ ജനിച്ചാൽ അനിശ്ചിതത്വമുണ്ട് നമുക്ക്. അവൻ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പലപ്പോഴും സുരക്ഷിത ഇല്ലായ്മ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച, മിനിഞ്ഞാന്ന് 7 മണിയായപ്പോ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ആരാധനയ്ക്കിരിക്കുക. ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, ഇന്നൊന്ന് കേൾക്കുവാൻ സമയമുണ്ട്. വാച്ചിൽ നോക്കി 7:20 കാനൂനിക നമസ്കാരത്തിനുള്ള സമയമാണ്. അച്ഛന്മാരെല്ലാവരും പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കാനൂനിക നമസ്കാരത്തിൽ ചേരേണ്ടതുണ്ട്. പക്ഷെ എങ്കിലും ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സമയമുണ്ട്. ചേട്ടൻ പറഞ്ഞു, തന്റെ ജീവിതത്തിന്റെ കഥകൾ മുഴുവനായി അദ്ദേഹം പറഞ്ഞു. ശാന്തതയോടെ ഞാൻ കേട്ടിരുന്നു. തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതം കൈവിട്ടുപോയ ഒരു മനുഷ്യന്റെ കഥയാണത്. ഭാര്യയില്ല, പിണങ്ങിപ്പോയി. മകളുണ്ട്, അവളെ വിട്ടുപോയി, ഡിവോഴ്സായി. ഇനി ഒരിക്കലും ആ ഭാര്യ വേറെ കല്യാണം കഴിച്ചു. ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇന്ന് രോഗിയാണ്. ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് ജീവിച്ചു, അടിപൊളിയായിട്ട് ജീവിച്ചു. എന്നിട്ട് ഇന്ന് രോഗമായി, ദുരിതമായി, കഷ്ടപ്പാടുകളായി. ഉടനെ അവൻ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. കഴിഞ്ഞുപോയ നല്ല കാലങ്ങളെ ഓർത്ത് ചിന്തിച്ച് താൻ അന്ന് ചെയ്തു പോയ പ്രവൃത്തികളെ ഓർത്തവൻ കരയുകയാണ്. അവസാനം പറഞ്ഞു, ഒന്ന് മാത്രം ചെയ്യുക ചേട്ടൻ, നന്നായിട്ട് ഒന്ന് കുമ്പസാരിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. ശരിക്കും ഈ നന്നായിട്ട് കുമ്പസാരിക്കുന്നതിന്റെ അർത്ഥം ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്റെ ഒരു സ്നേഹിതൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ഇടവക പള്ളിയില്
ക്രിസ്തുമസിനോടനുബന്ധിച്ച് ധ്യാനമുണ്ട്. 3 ദിവസത്തെ ധ്യാനമുണ്ട്. 2ാമത്തെ ദിവസമാണ് കുമ്പസാരം. എന്നെ വിളിച്ച ദിവസമാണ് കുമ്പസാരം. ഞാൻ പറഞ്ഞുടാ, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കുമ്പസാരിക്കുക. എനിക്കറിയാം, അവൻ പള്ളിയുടെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്ന ഫരീസേനെ പോലെയാ. കർത്താവിന്റെ മേളിലേക്ക് കണ്ണുയർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് പള്ളിയുടെ ഏറ്റവും പുറകിൽ, ഏറ്റവും അറ്റത്തെ ഭിത്തിയിലെ ചാരിയിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, നീ നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. ഇന്നലെ വൈകിട്ട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ ചോദിച്ചു കുമ്പസാരിച്ചോടാ? പറഞ്ഞു, ഞാനൊരു അടിപൊളി കുമ്പസാരം നടത്തി. ഞാനൊരു അടിപൊളി കുമ്പസാരം, ഞാൻ ഒത്തിരി കുമ്പസാരം, അടിപൊളി കുമ്പസാരം കേട്ടില്ല. പറയാം, അത് ന്യൂജൻ കുമ്പസാരമാണ് അച്ഛാ. അവന്റെ വാക്കുകളുടെ അർത്ഥം കൃത്യം അടിപൊളി കുമ്പസാരം എന്നവൻ പറയുന്നത് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിലയിരുത്തിക്കൊണ്ട് പരിപൂർണമായ ഒരു കുമ്പസാരം നടത്തി എന്നത് പറഞ്ഞതാണ്. പറഞ്ഞതാണത് അടിപൊളി കുമ്പസാരം. ആ മനുഷ്യനോട് പറയാൻ തോന്നി, ഒരു അടിപൊളി കുമ്പസാരം നടത്തുക. സ്നേഹമുള്ളവരെ, നിങ്ങളോടും പറയും, നാം ന്യൂജൻ ഭാഷയിൽ അടിപൊളി കുമ്പസാരം നടത്തണം കർത്താവിന്റെ ഒരുക്കത്തിന് വേണ്ടി. മനുഷ്യർ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കാം, നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുവാന്. പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിക്കുന്നവന്, നിന്റെ വേദനകളൊക്കെ എടുത്തു മാറ്റുന്നവന്. നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ വേദനകൾക്ക് പരിഹാരം ചെയ്തു തരും. അവിടുന്ന് നിന്റെ വേദനകളെ അവൻ എടുത്തു മാറ്റും. ശാന്തവും സമാധാനവുമായി നിനക്ക് ജീവിക്കുവാൻ പറ്റും. അവൻ എടുത്ത വായോട് പറഞ്ഞു, സഹോദരൻ പറഞ്ഞു, ഇല്ലച്ചാ എനിക്ക് പേടിയാ കുമ്പസാരിക്കാൻ, എനിക്ക് പേടിയാ കുമ്പസാരിക്കാൻ, എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പേടിയാ. എന്താ പറഞ്ഞു? പലതിനെയും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരില്ലേ? ഞാനിന്ന് സന്തോഷം കണ്ടെത്തുന്ന പലതിനെയും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. എന്റെ കുമ്പസാരത്തിൽ ഞാൻ ഏറ്റുപറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. എന്റെ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ കഴിക്കുന്ന കുറെ വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വരും. കുടിക്കുന്ന പാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്റെ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്റെ ശരീരത്തിന്റെ ദാഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതെല്ലാം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ എവിടെയായിത്തീരും? ഞാൻ എന്തായിത്തീരും? എനിക്ക് മുമ്പോട്ടുള്ള യാത്ര ദുഷ്കരമാണ്, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. കർത്താവ് ചരിച്ചു വീഴുമ്പോൾ പേടിയുണ്ടോ? നമുക്ക് പേടിയുണ്ടോ? അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ നമ്മോട് നമ്മുടെ തെറ്റുകളെ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത രീതികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക വഴികളിലേക്ക് തിരിച്ചു വരുവാൻ നമ്മോട് പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടോ? പേടിയില്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലെങ്കിൽ, നമുക്ക് പേടിയുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, അതെടുത്തു മാറ്റണം. കാരണം അവൻ സമാധാനത്തിന്റെ രാജാവായിട്ടാണ് വന്നത്. നിങ്ങൾക്കിതാ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്നാണ് മാലാഖമാർ അവന്റെ ജനന സമയത്ത് പറഞ്ഞത്. നിങ്ങളെ പേടിപ്പിക്കുന്നവനല്ല, നിങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, നിങ്ങൾക്ക് തെറ്റുകൾ കഴിയുന്നവനല്ല, മറിച്ച് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുള്ള, ഏത് തിന്മകളുടെ ശക്തികളും നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമുക്ക് വേണ്ടി പിറന്നിരിക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഹെരോദസിനെ പോലെ അധികാരത്തിന് വേണ്ടി പേടിക്കേണ്ട, ഹെരോദസിനെ പോലെ മറ്റൊന്നിനെ കുറിച്ചും പേടിക്കേണ്ട. ദൈവത്തിന് മുമ്പിൽ സന്തോഷത്തോടുകൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി പ്രധാന പുരോഹിതന്മാരുണ്ട്, നിയമജ്ഞരുണ്ട്. അവരെങ്ങനെയാ ദൈവത്തെ സ്വീകരിച്ചത്? എങ്ങനെയാ സ്വീകരിച്ചത്? മത്തായി 2:1-6 പറയും, സംശയത്തോടെ, ജിജ്ഞാസയോടെ, നിഷേധത്തോടെ അവർ യേശുവിനെ സ്വീകരിച്ചു. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും നമുക്കറിയാം, നിയമങ്ങൾ അറിയാം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യരാണ്. ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്.
എല്ലാ പ്രവചനങ്ങളും അറിയാം ദൈവത്തെക്കുറിച്ചുള്ള. അങ്ങനെ അവൻ വരും, ഭൂമിയിലേക്ക് കടന്നു വരും എന്നൊക്കെ ഇസ്രായേൽ ജനതയുടെ ശക്തമായി പഠിപ്പിക്കുന്നവൻ, തങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ പരിവർത്തനം ഉണ്ടാകുവാൻ, തങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ രക്ഷകൻ അവതരിക്കുമെന്ന യഹോവയുടെ പ്രവചനങ്ങളെല്ലാം അനുനിമിഷം ഓർക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ നിയമജ്ഞരും ഫരീസേരും ഈ പ്രധാന പുരോഹിതന്മാരുമൊക്കെ ഈശോ പിറന്നു വീണപ്പോൾ, വാഗ്ദാനം ചെയ്ത ശിശു ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ എങ്ങനെയാ പ്രതികരിച്ചത്? സംശയത്തോടെ. എന്താ പറ്റിയത് അവരുടെ ജീവിതത്തില്? അവരുടെ പാരമ്പര്യങ്ങളും അധികാരവും പോകുമെന്നുള്ളൊരു ഭയമുണ്ട് അവന്. യേശുവിന്റെ പഠനങ്ങളും അവിടുത്തെ പ്രവർത്തികളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. അവൻ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ ഭാഷയാ, അവൻ പഠിപ്പിച്ചത് പരസ്പര സഹകരണത്തിന്റെ ഭാഷയാ, അവൻ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനുള്ള ഭാഷയാ. അവരുടെ പ്രവചനങ്ങളെയെല്ലാം, അവരുടെ നിയമങ്ങളെയും സംഹിതകളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ കൂടി സ്നേഹിക്കുക. അതൊരിക്കലും ഇവർക്ക് ഉൾക്കൊള്ളുവാനായില്ല. കാരണം ഈ മനുഷ്യർ പഠിപ്പിക്കുന്നത് പല്ലിന് പകരം പല്ല് എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത്, ഇതാ നിന്റെ വലത് കർണം തടിക്കുന്നവന് ഇടത്ത് കർണം കൂടെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് പഠിപ്പിക്കുമ്പോൾ അവിടെ അധികാരം പോയി. ജനങ്ങൾ അവന്റെ പിറകെ പോയി. അവരുടെ പഠനങ്ങളുടെ ആ മൂല്യത്തിന്റെ ആഴം കുറഞ്ഞു. ജനങ്ങൾ അവരെ വിട്ടുപോയി. യേശുവിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അവരുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തപ്പോൾ, അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ അവർ യേശുവിനെ സംശയദൃഷ്ടിയോടെ സ്വീകരിച്ചു. അതിലുപരിയായി ജനത്തിന്മേലുള്ള അവരുടെ സ്വാധീനം കുറഞ്ഞുപോയി. ഇത്രയും നാൾ നിയമജ്ഞരും ഫരീസ്യരും ഒക്കെ പഠിപ്പിച്ചത് ജനം അങ്ങേയറ്റം വിശ്വസിച്ചു. അതിനപ്പുറം അവർ ചിന്തിച്ചില്ല. എന്നാൽ പക്ഷെ ഇതാ ഒരു പുതിയ പഠനം വരുന്നു. പുതിയ പഠനം വരുമ്പോൾ അവരുടെ സ്വാധീനം കുറഞ്ഞു. യേശുവിലേക്ക് ജനത്തിന്റെ സ്വാധീനം കൂടി. അതുകൊണ്ട് ഈശോയെ അവർ നിഷേധിച്ചു. ഈശോയെ കുറിച്ചുള്ള ജനപ്രീതി ഉണ്ടായിരുന്നു, അവന്റെ സ്നേഹത്തിന്റെ സംഭാഷണം ഉണ്ടായിരുന്നു, ക്ഷമയുണ്ടായിരുന്നു. അവന്റെ പഠനങ്ങളെല്ലാം പരിപൂർണമായി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു. എന്നാൽ ഈ നിയമജ്ഞരുടെയും പ്രധാന പുരോഹിതന്മാരുടെയും പഠനങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ജനം അവരെ ഉപേക്ഷിച്ച് അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, ഇതിലും ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനൊരു പഠനം കേട്ടിട്ടില്ല, ഇത്രയും വലിയൊരു പഠനം ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് പറയാൻ പറ്റി, ഞങ്ങൾ എവിടെ പോകാനാ? നിന്നിലാണല്ലോ ജീവന്റെ വചനമുള്ളത്. അപ്പോൾ യഹൂദരും നിയമജ്ഞരും പ്രധാന പുരോഹിതരുമൊക്കെ സംശയദൃഷ്ടിയോടെ ദൈവത്തെ സ്വീകരിച്ചു. ഒരു നിമിഷം നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തെ കാണുന്നത്? ഈ അതുപോലെ നിയമജ്ഞരും ദൈവത്തെ കണ്ടതുപോലെയാണോ നമ്മൾ കാണുക? ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, അച്ഛാ, ഗവൺമെന്റ് സർവീസിലുള്ള മനുഷ്യനാ ഞാൻ, ഗവൺമെന്റ് സർവീസിലുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ പലതും എനിക്ക് കണ്ണടക്കേണ്ടി വരും, പലതും എനിക്ക് കണ്ണടച്ചേ മതിയാകും. ചെയ്യുന്ന തെറ്റാണെന്നുള്ള ബോധ്യമുണ്ട്, തിന്മയാന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് കണ്ണടയ്ക്കാതെ രക്ഷയില്ല. ഇതുപോലെയുള്ളൊരു കണ്ണടപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നടന്നു. ഈശോയെ നമ്മൾ സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ, ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ മനുഷ്യരെ പോലെ സംശയത്തോടെ ദൈവത്തെ കാണുന്നത്, തങ്ങൾ പഠിപ്പിക്കുന്ന പഠനങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നുണ്ടോ? നാമും ഈ നിയമജ്ഞരെയും പ്രധാന പുരോഹിതന്മാരെയുമായി പോകുന്നില്ലേ? ഒരു സംശയം ബാക്കി നിൽക്കണം. ജീവിതത്തെ അത് ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാരണം ആ മനുഷ്യന്റെ വാക്കുകൾ ദയനീയമായ വാക്കുകളാണ്. ചെയ്യാതിരിക്കാൻ പറ്റില്ല. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. സാഹചര്യങ്ങളായിരിക്കാം, അല്ലായിരിക്കാം, ന്യായീകരിക്കുന്നില്ല ഒരിക്കലും. എങ്കിലും ഒരിക്കലും ദൈവിക നിയമങ്ങളെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
ഇനി ആരാണ്? കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരുന്ന പൂജരാജാക്കന്മാരുണ്ട്. അവരുടെ ജീവിതത്തെ അവരെങ്ങനെയാണ് കണ്ടെത്തിയത്? നമുക്കറിയാം, ആരാധനയോടെ കടന്നു വന്നവരാണവർ. ഒരു ഉത്കണ്ഠയോടുകൂടെ കടന്നു വന്നവരാ. കാരണം എന്താ? ദൈവത്തിന്റെ നക്ഷത്രം, വാന നിരീക്ഷരംഗത്ത് പ്രഗത്ഭരായിരുന്നവർ ആകാശവിധാനത്തിൽ ഒരു അത്ഭുത നക്ഷത്രം കണ്ടു. ബേത്ലഹേമിലെ നക്ഷത്രം കണ്ടു. ഒരുപക്ഷെ അവർക്ക് പ്രവചനങ്ങളെ കുറിച്ച് അറിയാം. ഇസ്രായേൽ ജനതയുടെ ആകപ്പാട് ഒരു പ്രതീക്ഷയായിരുന്ന ഈ പ്രവചനങ്ങളെ കുറിച്ചും ഉണ്ണിയെ കുറിച്ചുമൊക്കെ അവർക്കറിയാം. അതുകൊണ്ടവർ വാനത്തിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന്റെ പിറകെ ഓടി വന്നു. അവർ ജിജ്ഞാസയോടെ ഓടിയെത്തി കർത്താവിന്റെ സന്നിധിയില്. അവർ എന്നിട്ട് ആരാധനയോടെ തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവന് കാഴ്ചയർപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? ഈ പൂജരാജാക്കന്മാരെ പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന, അവന്റെ നക്ഷത്രത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ നക്ഷത്രമെന്ന് കണ്ടപ്പോൾ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവരെ പോലെ നമ്മളുമായി തീരുമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുമസ് എന്ന ആ വലിയ നക്ഷത്രം, ക്രിസ്തുവാകുന്ന നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയും, ഉദയം ചൊരിയും. ഒരു സംശയവുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരായിത്തീരുക, ദൈവിക സ്നേഹത്തിൽ വളരുന്നവരായിത്തീരുക, അവന് മാത്രം കണ്ണ് നട്ടുകൊണ്ട് പോവുക. രാജാക്കന്മാർ നക്ഷത്രത്തെ കണ്ണു നട്ടു നോക്കിയപ്പോൾ അവർക്ക് വഴിതെറ്റിയില്ല. ഒരു നിമിഷം ഹെരോദേസിന്റെ കൊട്ടാരം കണ്ട് ഈ മണിമാളികയിലാണ് അവൻ ജനിച്ചെന്ന് ചിന്തിച്ചുകൊണ്ട് മണിമാളികയിലേക്ക് കടന്നപ്പോൾ അവർക്ക് നക്ഷത്രം അപ്രത്യക്ഷമായി. അത്രയും നേരം അവരെ വഴി നടത്തിക്കൊണ്ടിരുന്ന, അവർ നോക്കിക്കൊണ്ടിരുന്ന നക്ഷത്രം അവർക്ക് അപ്രത്യക്ഷമായി. എന്നാൽ തിരിച്ചവർ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നക്ഷത്രം അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ നക്ഷത്രത്തിലേക്ക് നോക്കി അവർ യാത്ര ചെയ്തു, എത്തിച്ചേർന്നത് കർത്താവിന്റെ തിരുസന്നിധിയിൽ. ഇതുപോലെ ആയിരിക്കട്ടെ. ക്രിസ്തുവാകുന്ന നക്ഷത്രത്തിലേക്ക് നോക്കി, നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുന്ന ഈശോയിലേക്ക് നോക്കി, നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശോയിലേക്ക് നോക്കി, അവന്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം അവന്റെ സന്നിധിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണെന്ന്. അവന്റെ സന്നിധിയിലല്ലാതെ നമുക്ക് മറ്റെങ്ങും പോകുവാനായിട്ട് സാധിക്കുകയുമില്ല. കാരണം അങ്ങനെയാണ് അവരെ നയിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം കൂടെ ഒന്ന് നോക്കാം. ഈ തിരുപ്പിറവിയെ ആഘോഷമാക്കി മാറ്റിയ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രയും നേരം കണ്ടത് 3 പേരെ കണ്ടത് ഈ തിരുപ്പിറവയെ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ്. പക്ഷെ എന്നാൽ 4 പേരെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഈ ദിനത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നവർ മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ യേശുവിന് വേണ്ടി കാത്തിരുന്നത് വിശ്വാസത്തോടും അതുപോലെ തന്നെ അനുസരണയോടും കൂടെയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. കാരണം ജെറുസലേം ദേവാലയത്തിൽ വിശുദ്ധ സ്ത്രീകളുമായി ജീവിച്ച കാലഘട്ടത്തിൽ ആ അമ്മ പഠിച്ചിരുന്ന പ്രവചനങ്ങളുണ്ട്, വിസ്തരികതയെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇതാ കർത്താവ്, ഇതാ നീ, ഗബ്രിയേൽ മാലാഖ വന്ന് അവളോട് പറയുമ്പോൾ അവൾ വിശ്വാസത്തോടുകൂടെ പറഞ്ഞു, അങ്ങ് പറയുന്നത് എന്നിൽ സംഭവിക്കട്ടെ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ പറയുന്നത് എന്നിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന് വേണ്ടി, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തോടെ കാത്തൊരു ജനതയ്ക്ക് മുഴുവൻ വിശ്വാസത്തിന്റെ പ്രതീകമായി അമ്മ മാറുകയാണ്. അവൾ പറയുക, നീ പറയുന്നത് പോലെ എന്നിൽ സംഭവിച്ചോട്ടെ. കാരണം ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാനിതാ ഒരു എതിർപ്പും നിന്നോട് പറയുന്നില്ല. എനിക്കറിയാം, ജീവിതത്തിൽ ഞാൻ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകളെ കുറിച്ച് അറിയാം, ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. കാരണം എന്റെ ദൈവം എന്നിൽ നിന്ന് തന്റെ പുത്രനെ ജന്മം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവപുത്രന് വേണ്ടി എല്ലാം ഞാൻ ഏറ്റെടുക്കാമെന്ന് അമ്മ പറഞ്ഞു. സ്നേഹമുള്ളവരെ, അമ്മയെപ്പോലെ ആകുമോ നമ്മള്?
ഈ അമ്മയെ നമ്മുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയുവാൻ പറ്റണം, ഈശോയെ, ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, ഏത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും, എത്രയേറെ കല്ലേറുകൾ നടത്തിയാലും, എത്രമാത്രം കുരിശിന്റെ വഴിയിലൂടെ പോയാലും, എന്റെ കുരിശിൽ തറച്ചാലും നിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഇതാ കർത്താവേ, നീ എന്നോട് പറയുന്നത്, നിന്റെ പ്രവചനം നീ എന്നിൽ ആഗ്രഹിക്കുന്ന നിറവേറ്റുവാൻ ഞാനിതാ എന്നെ തന്നെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. പറയാൻ പറ്റുമോ? പറയാൻ പറ്റിയാൽ ക്രിസ്തുമസ് ആഘോഷമായി, വിശ്വാസമായി നമുക്ക് അവൾ കർത്താവിനോട് അവൾ പറഞ്ഞത് മാത്രമാ. അവസാനം പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി. പൂർണ്ണമായ ഒരു ആത്മസമർപ്പണം. ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ നമ്മുടെ കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുന്ന ദൈവം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അവൻ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ്. നമ്മുടെ രക്ഷകനാണ്, രക്ഷിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ ഉണ്ണിയുടെ അടുക്കിലേക്ക് ചെല്ലുവാനും അനുസരണയോടുകൂടി അവന്റെ വചനങ്ങൾ കേൾക്കുവാനും അനുസരിക്കുവാനും പറ്റുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് മാറും. യോസേപ്പ് പിതാവിന്റെ ജീവിതം നമുക്കറിയാം. വിശ്വാസത്തോടും സംരക്ഷണത്തോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യന്. യോസേപ്പ് പിതാവിനും അറിയാം, എല്ലാ പ്രവചനങ്ങളും അറിയാം. പക്ഷേ വിശ്വാസത്തോടുകൂടെ കാത്തിരുന്നു. മലാഖമാർ പറഞ്ഞു, ഇതാ മേരിയെ എടുക്കാൻ നീ ശങ്കിക്കണ്ട, നിന്റെ ഭാര്യയായിട്ട് അവളെ സ്വീകരിക്കുക. ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാ. യോസേപ്പ് പിതാവ് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, മേരിയെ സ്വീകരിച്ചു. അവന്റെ വിശ്വാസം അവളെ ഉപേക്ഷിക്കുവാനായിട്ടായില്ല. അവന്റെ വിശ്വാസം അവനെ കൂടുതൽ ആഴപ്പെടുത്തി. ഇതാ തന്റെ ഭാര്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുത്രൻ ദൈവപുത്രനാണെന്ന് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസം ആ പുത്രനെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവന്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് യോസേപ്പ് പിതാവിന് ബോധ്യമുണ്ടായി. കാരണം മാലാഖ പറഞ്ഞത് എന്താണ്? നീ ഒരിക്കലും ശങ്കിക്കേണ്ട, അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. ഒരു ഭാര്യയുടെ സംരക്ഷണം, ഒരു ഭർത്താവിന് ഒരു ഭാര്യ മേലുള്ള സംരക്ഷണം, മക്കൾക്ക് നൽകുന്ന സംരക്ഷണം എല്ലാം യോസേപ്പ് പിതാവ് സ്വയം ഏറ്റെടുത്ത് നിശബ്ദനായിട്ട് നിന്നു. ഇതുപോലെ യോസേപ്പ് പിതാവിനെ പോലെ ശക്തമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുടുംബത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ മുതിരുമ്പോൾ സ്നേഹമുള്ളവരെ, യോസേപ്പ് പിതാവിനെ പോലെ നമ്മളുമായി തീരും. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശോയുടെ സംരക്ഷണം ഏറ്റെടുക്കണം നമ്മള്. കാരണം അവൻ നമ്മളിൽ ഒരിക്കലും കളഞ്ഞു പോകരുത്. അവരെ നമ്മൾ ഒരിക്കലും ദൈവാലയത്തിൽ ഉപേക്ഷിച്ചു പോകരുത്. അവൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ദൂരെ പോകരുത്. അവൻ അന്വേഷിക്കാതെ പോകരുത്. മറിച്ച് അവൻ ദൈവാലയത്തിൽ ഉണ്ടെങ്കിലും ശരി, കൂടെ ഇല്ലെങ്കിലും ശരി, അവൻ എന്റെ ഉള്ളിൽ ജീവിക്കുന്നുവെന്നുള്ള വിശ്വാസം. ഇട്ടിട്ട് പോകാനുള്ളതല്ല കർത്താവിനെ, കൂടെ കൊണ്ടുപോകാനുള്ളതാണ് കർത്താവിനെ, സംരക്ഷിക്കേണ്ടവനാണ് കർത്താവിനെ എന്നുള്ളൊരു ബോധ്യം നമുക്ക് തരും യോസേപ്പ് പിതാവിന്റെ ജീവിതം. ആട്ടിടയന്മാരെങ്ങനെയാ ദൈവത്തെ സ്വീകരിച്ചത്? ആരാധനയോടെ പാടിപ്പുകറ്റി അവർ ദൈവത്തെ സ്വീകരിച്ചു. ഈശോ കടന്നു വന്നപ്പോൾ ഇതാ നിങ്ങൾക്ക് രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന സന്ദേശം ലഭിച്ചപ്പോൾ അവർ പറഞ്ഞു, പോയി നമുക്ക് ആ ദിവ്യ ശിശുവിനെ ഒന്ന് കാണാം. മറ്റൊന്നും പറഞ്ഞില്ല, നമുക്ക് പോയി കാണാം. അവരുടെ ചെന്ന് കർത്താവിനെ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഈ പുൽക്കൂട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതവും ആരാധനയുടെയും സന്തോഷത്തിന്റെയും ജീവിതമായിരിക്കണം. ദൈവത്തെ എന്നും മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തെ എന്നും സ്തുതിച്ച് ജീവിക്കാനുള്ളൊരു ജീവിതമാണ് നമ്മുടേതെന്ന് ഈ ആട്ടിടയന്മാരുടെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആട്ടിടയന്മാരുടെ ജീവിതം നമുക്ക് ശക്തി തരികയാണ്. അങ്ങനെ ആട്ടിടയന്മാരുടെ ഈ ജീവിതത്തോട് നമ്മുടെ ജീവിതവും നമുക്ക് ചേർത്ത് വെക്കാം. വേറെ രണ്ടുപേരുണ്ട്, സൈമനും അന്നയും. അവർ ഈശോയെ സ്വീകരിച്ചത് എങ്ങനെയാണ്? സ്തുതിച്ചുകൊണ്ടും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും. പ്രവചനമുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധനെ കാണാതെ നീ ഒരിക്കലും മരിക്കില്ല.
അവൻ വിശ്വസിച്ചു. ആ സന്തോഷത്തോടുകൂടി അവർ സ്തുതികൾ ആലപിച്ചു. ആ സ്തുതികൾ അവിടെയുള്ള എല്ലാവർക്കും കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്തുതിയായിട്ട് മാറി, പ്രവചനങ്ങളെ പൂർത്തീകരിക്കുന്നവനായിട്ട് മാറി. അങ്ങനെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ പറഞ്ഞു, കർത്താവേ, ഇത് എന്നെ അങ്ങ് വിളിച്ചു. എനിക്ക് യാതൊരു സങ്കടവുമില്ല, കാരണം രക്ഷയെ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം ഈ വിശുദ്ധനെ പോലെ നമുക്കും പറയാൻ പറ്റണം, എന്റെ രക്ഷയെ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ദാ കാലിത്തൊഴുത്തിൽ എനിക്ക് വേണ്ടി പിറക്കുന്ന രക്ഷകനായ കർത്താവിനെ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഇനി എനിക്ക് സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് പോകാം. അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ഞാൻ കരുതുന്നു, ഏറ്റവും സന്തോഷവാൻ എന്ന് കരുതുന്നു. കാരണം ദൈവത്തെ ദർശിച്ചുകൊണ്ട്, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട്, അവന് വേണ്ടി ജീവിച്ചുകൊണ്ട് അവനിലേക്ക് വിലയം പ്രാപിക്കുന്ന മനുഷ്യൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഈ മനുഷ്യന്റെ ജീവിതം നമ്മൾ ആഴത്തിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. ആഴത്തിലൊന്ന് ചിന്തിച്ചുകൊണ്ട് പുൽക്കൂടിനരികിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കഥാപാത്രങ്ങളിൽ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകുവാണെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമായി. ഹെരോദോസ് ആണോ, പ്രധാന പുരോഹിതന്മാരാണോ, അതോ ഈ ആട്ടിടയന്മാരാണോ, ഈ പൂജരാജാക്കന്മാരാണോ, പരിശുദ്ധ അമ്മയാണോ, യൗസേപ്പ് പിതാവാണോ, സൈമനാണോ, അന്നയാണോ, ഞാനെന്നൊരു തിരിച്ചറിവ് ഈ പുൽക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഉണ്ണീശയിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുമെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം സന്തോഷകരമാണ്. അത് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എന്നെ കുറിച്ച് തന്നെയുള്ളൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്നെ രക്ഷിക്കുവാൻ പറ്റൂ, എന്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ എന്റെ ദൈവത്തിന് എന്നെ തന്നെ കൊടുക്കാൻ പറ്റൂ. ഞാൻ പാപിയാണ് കർത്താവേ എന്ന് പറയുവാൻ പറ്റൂ. അതുകൊണ്ട് ആ രക്ഷകനിലേക്ക് നോക്കുക. രാജാക്കന്മാർ നോക്കിയതുപോലെ രക്ഷയുടെ നക്ഷത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനെ ആരാധിച്ച് വാഴ്ത്തി സ്തുതിച്ച് മഹിമയോടെ അവിടുത്തെ മുഖം ദർശിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. രക്ഷകൻ നമ്മുടെ ജീവിതത്തിൽ എന്നും പിറന്നു വീഴട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ആ ശാന്തിയും സമാധാനവും ഒക്കെ നേരുകയാണ്. പുൽക്കൂട്ടിൽ പിറന്നു വീഴുന്ന ഉണ്ണീശോ, ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പിറന്നു വീഴുന്ന ഉണ്ണീശോ നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ മുഖം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കട്ടെ. ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ അവന്റെ മുഖം ദർശിച്ചുകൊണ്ട് കടന്നു പോകുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുള്ളൊരു ക്രിസ്തുമസ് ആയി, പുതിയ അർത്ഥമുള്ള ഒരു ക്രിസ്തുമസ് ആയി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനങ്ങളെ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പുൽക്കൂടിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകേണ്ട ഏതാനും വ്യക്തികളെ കുറിച്ചുള്ള ഒരു ധ്യാനമായിരുന്നു. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒരു കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു ജനം പിറന്നു വീണപ്പോൾ മനസ്സിലാകാതെ പോയ ഒരു ദൈവപുത്രൻ, ഹെരോദോസ് രാജാവ്, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ, മറുഭാഗത്ത് ആട്ടിടയന്മാർ, പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്, സൈമണും അന്നയും വിശ്വാസത്തോടെ ദൈവത്തെ കാത്തിരുന്നവർ, പൂജരാജാക്കന്മാർ, അന്വേഷിച്ചിറങ്ങിയവർ, ജെറുസലേം ജനത ആദ്യം വിശ്വസിച്ചു, പിന്നെ തിരസ്കരിച്ചു. ഏത് കൂട്ടത്തിലാണ് ഞാൻ പെടുക?
അമ്മയെ പോലെ, യോസേപ്പ് പിതാവിനെ പോലെ, ആട്ടിടയന്മാരെ പോലെ, സൈമനെ പോലെ വിശ്വാസത്തിൽ, പ്രതീക്ഷയിൽ, സംരക്ഷണയിൽ കർത്താവിന്റെ വലിയ ദിനത്തെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം. ഇവരെ പോലെ വിശ്വാസത്തോടുകൂടി ഈശോയെ കാത്തിരിക്കാം. ഈശോയുടെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എല്ലാ കൃപകളെ ഓർത്ത് അവിടുത്തേക്ക് സ്തുതികളുടെ ഗാനങ്ങൾ ആലപിക്കാം. സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. വിശ്വക്ക് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.